പേജ് 34 അബൂശാമ റഹിമഹുല്ല തുടരുന്നു. നേരത്തെ മജൂസികളായി ജീവിക്കുകയും പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്ത അബ്ബാസി ഭരണകൂടത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ബറാമിക്കത്ത് എന്ന വിഭാഗത്തിൻ്റെ കാലത്താണ് ശാബാൻ 15-ന് വിളക്ക് കത്തിക്കുക എന്ന ഏർപ്പാട് ആരംഭിച്ചത്. അവർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ സാധാരണക്കാരായ ആളുകളെ കബളിപ്പിക്കാനും വഞ്ചിക്കാനും വേണ്ടി ഇസ്ലാം ദീനിലേക്ക് വിളക്ക് കത്തിക്കുക എന്ന ആചാരത്തെ കടത്തിക്കൂട്ടിക്കൊണ്ടുവന്നു. ശാബാനിൽ വിളക്ക് കത്തിക്കുക എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ വലിയ ഒരു ഭാഗമാണ് എന്ന് അവർ വരുത്തി തീർക്കുകയും അതിലൂടെ അഗ്നി ആരാധന എന്നത് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്തു. ലോകത്ത് ഏറ്റവും മോശമായ ഒരു മതം ആയിരുന്നു മജൂസി മതം. അങ്ങനെ മുസ്ലിമീങ്ങൾ നിസ്കാരം നിർവഹിക്കുമ്പോൾ അതുപോലെ റുക്കൂയിലേക്കും സുജൂദിലേക്കും ഒക്കെ പോകുമ്പോൾ അവരുടെ മുമ്പിൽ വെക്കപ്പെട്ട ഈ വിളക്കുകൾക്ക് മുസ്ലിമീങ്ങൾ റുക്കൂ ചെയ്യുകയും സുജൂദ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് അവർ ജനങ്ങളെ എത്തിച്ചു. അങ്ങനെ കൊല്ലങ്ങളോളം അത് നിലനിൽക്കുകയും ബഗ്ദാദിൽ ആരംഭിച്ച ഈ പരിപാടി മറ്റ് മുസ്ലിം പ്രദേശങ്ങളിലേക്കും കടന്നു വരികയും ചെയ്തു. അതോടൊപ്പം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇടകലരലുകളും ഈ ദിവസത്തിന്റെ ഭാഗമായി മാറി. അതുകൊണ്ട് ഇത്തരം പരിപാടികൾ രാജ്യത്ത് അനുവദിക്കാതിരിക്കുക, പണ്ഡിതന്മാരായ ആളുകൾ പൊതുജനങ്ങളെ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക എന്നത് പണ്ഡിതന്മാരുടെയും അതുപോലെ ഭരണാധികാരികളുടെയും ബാധ്യതയാണ് എന്ന് അബൂശാമ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നു. ഷാബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നതാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷാബാൻ മാസത്തിന് പ്രത്യേകതയായി നാം കാണേണ്ടത്. പലപ്പോഴും ഷാബാൻ പൂർണ്ണമായും അതുപോലെ ഷാബാനിൻ്റെ ഭൂരിഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പനുഷ്ഠിച്ചതായി സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഷാബാൻ 15-ന്റെ രാത്രിയെ സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളുടെ കൂട്ടത്തിൽ പെട്ട ചില ഹദീസുകളെ കൂടി ഇവിടെ അബൂശാമ റഹിമഹുല്ല വിശകലനം ചെയ്യുകയാണ്. അതിൽപ്പെട്ട ഒന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇബ്നു മാജ റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു ഹദീസാണ്. എന്താണ് ആ ഹദീസിൽ പറയുന്നത്? ഷാബാൻ പകുതിയുടെ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയും പകൽ സമയത്ത് നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പറയപ്പെടുന്ന ഹദീസിൻ്റെ സാരം. മറ്റൊരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതാണ്. ഇന്നല്ലാഹ യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാന ഇല സമാഇ ദുനിയ ഫയഗ്ഫിർ ലി അക്സറ മിൻ അദദി ശഅരി ഗനമി ബനി കൽബ്. ഷാബാൻ പകുതിയുടെ രാത്രിയിൽ അള്ളാഹു ബനു കൽബ് ഗോത്രക്കാരുടെ ആടിൻ്റെ രോമത്തിൻ്റെ എണ്ണത്തനുസരിച്ച് അഥവാ അത്രയും ആളുകൾക്ക് ദോഷം പുറത്തു കൊടുക്കുമെന്നാണ് ഈ ഹദീസിൻ്റെ സാരം. മൂന്നാമത്തെ ഹദീസ് അബൂ മൂസ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ഷാബാൻ 15-ന്റെ രാത്രിയിൽ അള്ളാഹു പ്രത്യേകം ശ്രദ്ധ ചെലുത്തുമെന്നും അള്ളാഹുവിൻ്റെ കൂടെ പങ്കുചേർക്കുന്ന മുശ്രിക്കിനും അതുപോലെ ഒഴികെ മറ്റെല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും എന്നതാണ് ഈ മൂന്നാമത്തെ ഹദീസിൻ്റെ സാരം. ഇങ്ങനെ ഈ 3 ഹദീസുകൾ ഇബ്നു മാജ റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും വകുല്ലു ദാലിക ബി അസാനീദ് അൽ-ളിആഫ്, ഈ ഹദീസുകൾ എല്ലാം ദുർബലമായ സനദുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ വിശദ വിവരങ്ങളാണ് പിന്നീട് അബൂശാമ റഹിമഹുല്ല ചർച്ച ചെയ്യുന്നത്. അവരെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ലാത്തതുകൊണ്ട് ആ ഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ വലിയ പ്രസക്തിയില്ല. ഏതായാലും ഈ ഹദീസിൽ വന്ന പല ആളുകളും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ആളുകളാണെന്ന് അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഉദ്ധരണികൾ കൂടി അബൂശാമ റഹിമഹുല്ല ഇവിടെ നമുക്ക് വിവരിച്ചു തരുന്നു. ഒന്ന്, ഇബ്നു അബീ സബ്റ എന്ന് പറയുന്ന വ്യക്തി ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് എന്ന ആളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതാണ് ആദ്യത്തെ ഹദീസ്. രണ്ടാമത്തേതിൽ ഹജ്ജാജ് ഇബ്നു അർത്താത്ത് ഉണ്ട്. മൂന്നാമത്തേതിൽ ഇബ്നു ലഹിയ ഉണ്ട്. അങ്ങനെ 3 ആളുകൾ ഉണ്ട്. ഈ 3 ആളുകളെക്കുറിച്ചും ഇമാം ബൈഹഖി അതുപോലെ തന്നെ ഇമാം ബുഖാരി റഹിമഹുമുള്ള തുടങ്ങിയ മഹാന്മാർ വിശകലനം ചെയ്യുകയും അവരൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ആളുകളാണ് എന്ന് വിവരിക്കുകയും ചെയ്ത കാര്യം കൂടി അബൂശാമ റഹിമഹുല്ല നമുക്ക് ഇവിടെ വിശദീകരിച്ചു തരുന്നു. ഇത്തരം ഹദീസുകളാണ് വാട്സപ്പിലൂടെയും മറ്റു സോഷ്യൽ മീഡിയകളിലൂടെയും ഇത്തരം സാഹചര്യങ്ങളിൽ പ്രചരിപ്പിക്കുന്നതും ജനങ്ങളോട്
ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നത് പ്രത്യേകം സുന്നത്താണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറാനും ഇത്തരം ലഈഫായ ഹദീസുകളാണ് ഉപയോഗപ്പെടുത്താറുള്ളത് എന്നത് സാന്ദർഭികമായി ഉണർത്തുന്നു. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി പരലോകം രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.